കുറച്ച് ദിവസം വളരെ തിരക്കിലായിരുന്നു. അതിൻ്റെ കാരണം ഞാനൊരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അതായത് പാല്, അതിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങൾ, പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മോര്, തൈര്, അതേപോലെ തന്നെ നെയ്യ്, സംഭാരം, ഇങ്ങനെ കുറച്ച് വെറൈറ്റികൾ വളരെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സാധനം, അതായത് മനുഷ്യൻ്റെ വയറ്റിലേക്ക് ചെല്ലുന്നതാണല്ലോ. അപ്പം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഇതര സാധനങ്ങളിൽ ഒരു കെമിക്കലോ ഒരു എസൻസോ ഒരു കളറോ ഒന്നും ചേർക്കാതെ ജനങ്ങളിൽ നമുക്ക് എത്താവുന്ന ചെറിയ മേഖലയിൽ സപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പ്രോത്സാഹനം തന്നാൽ കുറച്ചാളുകൾക്കെങ്കിലും ഈ ചൂടുകാലത്ത് ഒരു കെമിക്കലുമില്ലാത്ത പാലിൽ നിന്നും ഞങ്ങൾ വേർതിരിച്ചെടുക്കുന്ന സംഭാരം, അതേപോലെ തന്നെ മോര്, തൈര്, ഇതെല്ലാം ക്ലിയർ സാധനങ്ങൾ, ഒന്നിലും ഒരു കൂട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെറ്റപ്പിലാണ് കുറച്ച് ദിവസമായിട്ട് നടന്നിരുന്നത്. അത് ഏകദേശം വിജയം കണ്ടിട്ടുണ്ട്. ബാക്കി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതാണ്. വളരെ, അതായത് യാതൊരു തരത്തിലുള്ള കൂട്ടും ഇല്ലാത്ത പശുവിൻ്റെ നെയ്യ്, അത് ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. കാരണം നല്ല വിലയുണ്ട്. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വില ഒന്നല്ല, അത്യാവശ്യം നല്ല വില ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും പോവില്ല, എന്നാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എന്നിൽ ബന്ധപ്പെടാം. ഞാൻ എൻ്റെ പരിധിക്കുള്ളിലുള്ള ദൂരത്താണെങ്കിൽ ഞാൻ കൊടുത്തു തരും. അപ്പോൾ ഇതൊരു പരസ്യമായിട്ടല്ല പറയുന്നത്. ഒരു പ്രവാസി നാട്ടിൽ വന്ന് വെറുതെ ഇരുന്നെന്ന് പറയണ്ട, അങ്ങനെ ഉണ്ടാവുമല്ലോ. അയാൾ വെറുതെ ഇരുന്നിട്ട് അങ്ങനെ തിന്ന് മരിച്ചെന്ന് പറയണ്ട. പാവം ജോലി ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകണമെന്നായിക്കോട്ടെ, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അങ്ങനെയുണ്ട്. കാരണം നമ്മൾ ഈ കെമിക്കലില്ലാത്തൊരു സാധനം ഉൽപ്പാദിപ്പിച്ച് അത് കടകളിൽ കൊടുത്ത് 10 ആളെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അതൊരു നല്ല സൽക്കർമ്മമായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, കൂടെയുണ്ടാവും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.